സെക്യുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്യുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് ബക്കാഡി എന്ന കുപ്രസിദ്ധമായ മദ്യ കമ്പനിയുമായി വി ഡി സതീശൻ സർക്കാരിനുള്ള ബന്ധത്തെയാണ്. അല്ലെങ്കിൽ ബക്കാഡി എന്ന് പറയുന്ന അമേരിക്ക കേന്ദ്രമായി ഇന്ന് 170 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മദ്യക്കാർട്ടലുമായി സതീശൻ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന അവിഹിത ബന്ധത്തെ സംബന്ധിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനിയാണ് ഈ ബക്കാർഡി എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ വളരെ വിവാദപരമായ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ആ കമ്പനിക്ക് വേണ്ടി UDF സർക്കാർ 600 കോടി രൂപയുടെ മദ്യനികുതി കുറച്ചു കൊടുത്തു എന്നതാണ് ഇവിടെ ഇപ്പോൾ വിവാദമായി ഉയർന്നു വന്നിരിക്കുന്നത്. നിയമസഭക്കകത്തും പുറത്തും ബക്കാഡിയും വി ഡി സതീശൻ സർക്കാരും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന ചോദ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. ബജറ്റ് നിർദ്ദേശമെന്ന നിലക്കാണ് ഈ അമേരിക്കൻ മദ്യനിർമ്മാണ ഭീമന് നികുതി കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നത്. അത് തീർച്ചയായിട്ടും ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ജനങ്ങളോട് പറഞ്ഞ മദ്യനയത്തെ സംബന്ധിച്ച അവർ തന്നെ അവതരിപ്പിച്ച കാഴ്ചപ്പാടുകളുടെ നഗ്നമായ ലംഘനമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആരാണ് ഈ ബക്കാഡി? ഈ കമ്പനി ലോകത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ബക്കാഡിയുമായുള്ള വി ഡി സതീശൻ്റെ പുറത്ത് വിശദീകരിക്കാനാവാത്ത രഹസ്യബന്ധം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം അഴിമതിയാണ് എന്ന് പറയാം. അതുമാത്രമല്ല, ഈ കുപ്രസിദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അന്താരാഷ്ട്ര മുതലാളിയുമായുള്ള വി ഡി സതീശൻ്റെ ബാന്ധവത്തിന് രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ടെന്ന് കാണണം. 170 രാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന 200-ൽ അധികം ബ്രാൻഡുകളുള്ള ബക്കാഡി എന്ന ഈ അന്താരാഷ്ട്ര മദ്യക്കാർട്ടൽ 1862 ക്യൂബയിൽ സ്പാനിഷ് വ്യവസായിയായ ഫാഗുണ്ടോ ബഗാർഡി മസോ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ ബഗാർഡി കമ്പനി വരുന്നത്. 1958 ക്യൂബൻ വിപ്ലവം, അതിനെ തുടർന്ന് അധികാരത്തിൽ വന്ന കാസ്ട്രോവിൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ഭരണകൂടം, അതിൻ്റെ ദേശാൽക്കരണ നടപടികൾ, ഇതെല്ലാം ഈ മദ്യവ്യവസായ കുത്തകക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ വലിയ എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. 1960 ക്യൂബൻ സർക്കാർ ബക്കാർഡിയുടെ ക്യൂബയിലെ മുഴുവൻ സ്വത്തുക്കളും നഷ്ടപരിഹാരം കൂടാതെ കണ്ടുകെട്ടുകയും ദേശസാൽക്കരിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ബക്കാഡി കമ്പനി അവരുടെ ട്രേഡ് മാർക്കുകളും പ്രധാന ഫോർമുലകളും ഈസ്റ്റിൻ്റെ സാമ്പിളുകളും ബഹാമസിലേക്ക് കടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ബക്കാർഡിക്ക് മദ്യവ്യവസായം തുടരാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ അവർ പ്യൂർട്ടോറിക്ക, മെക്സിക്കോ, അമേരിക്ക ഇവിടെയൊക്കെ ആയിട്ട് അവരുടെ കമ്പനികൾ സ്ഥാപിച്ച് മദ്യോൽപാദനം നടത്തി തുടങ്ങി. 1965 അവരുടെ ആസ്ഥാനം ബർമുഡയിലേക്ക് അവർ മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. ക്യൂബയുടെ ദേശാൽക്കരണത്തിൻ്റെ ഉഷ്ണബാധയേറ്റ് അവിടെ നിന്നും ഓടിപ്പോയ ബക്കാഡി കമ്പനി ക്യൂബയെ തകർക്കാനുള്ള അമേരിക്കയുടെ എല്ലാ പദ്ധതികൾക്കും പണമൊഴുക്കി കൊടുത്ത, ഫണ്ട് ചെയ്ത ചരിത്രമുള്ള കമ്പനിയാണ്. ഫ്ലോറിഡയും മിയാമിയുമൊക്കെ കേന്ദ്രീകരിച്ച് ക്യൂബൻ വിമതരെ പരിശീലിപ്പിച്ച് ക്യൂബൻ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള, അതേപോലെ തന്നെ കാസ്ട്രോ വകവരുത്താനുള്ള CIA പദ്ധതികളുടെ പ്രയോജകരായി പ്രവർത്തിച്ച അമേരിക്കൻ കമ്പനികളിൽ പ്രധാനപ്പെട്ടതാണ് ബക്കാഡി. ഫ്ലോറിഡയിലും മിയാമിയിലുമൊക്കെ ബക്കാഡി കമ്പനിക്ക് ഓഫീസുകളും അവരുടെ കേന്ദ്രീകരിച്ച ബിസിനസ് സംവിധാനങ്ങളുമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ വാസ്തുശില്പ മാതൃകയായിട്ടാണ് കൊടുങ്കാറ്റുകൾക്ക്, ചുഴലിക്കാറ്റുകൾക്ക് പിടിച്ചുലക്കാൻ പറ്റാത്ത മാതൃക ഈ
കമ്പനിയുടെ ഓഫീസ് കെട്ടിടങ്ങളെ പലരും പരിചയപ്പെടുത്തി എഴുതിയിട്ടുള്ളത്. 2006 ബക്കാഡി കമ്പനിയുടെ അമേരിക്കയിലെ ആസ്ഥാനം ഫ്ലോറിഡയിലെ കോറൽ ഗേബിൾസിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. അമേരിക്കയുടെ ക്യൂബൻ വിരുദ്ധ പരിപാടികൾക്ക് വൻതോതിൽ പണമൊഴുക്കി കൊടുക്കുന്ന ബക്കാഡിക്ക് ആഗോള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അജണ്ടയുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാനും കേരളത്തെ തങ്ങളുടെ മദ്യവിപണനത്തിൻ്റെ പറുദീശയാക്കി മാറ്റാനുമാണ് കർണാടകയും ഗോവയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബക്കാഡി കമ്പനി സതീശനെ സമീപിച്ചതും അദ്ദേഹത്തെ സഹായിച്ചതും അതിന് പണമൊഴുക്കി കൊടുത്തതും എന്ന് വേണം കരുതാൻ. ബക്കാഡി കമ്പനിക്ക് നികുതി ഇളവ് നൽകിയ നടപടിക്കെതിരെ കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല, ഇടതുപക്ഷ കക്ഷികൾ മാത്രമല്ല, കോൺഗ്രസിനകത്തു നിന്നും UDF-നകത്തെ ഘടകകക്ഷികൾക്കകത്തു നിന്നും പരസ്യവും രഹസ്യവുമായ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുക. മദ്യനയം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ബജറ്റിലൂടെ മുഖ്യമന്ത്രി ഒരു ബഹുരാഷ്ട്ര ലിക്കർ കമ്പനിക്ക് വേണ്ടി നികുതി കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് സഭയോടുള്ള അനാദരവും വോട്ട് ചെയ്ത തങ്ങളെ ജയിപ്പിച്ച ജനങ്ങളോടുള്ള അനാദരവുമായി മാത്രമേ കാണാൻ കഴിയൂ. നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഫിനാൻസ് ബില്ലിൽ നികുതി കുറച്ചുകൊണ്ടുള്ള ഈ നിർദ്ദേശം ഉൾപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ബക്കാഡി കമ്പനിക്ക് കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിക്കാൻ കഴിയും. ഇത്രയധികം എതിർപ്പ് നിയമസഭയിലും UDF-നെ പിന്തുണക്കുന്ന ഘടകകക്ഷികളിൽ നിന്നും വിവിധ മതസമുദായ സംഘടനകളിൽ നിന്നും ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ടാണ് മദ്യനികുതി കൂട്ടിയ തീരുമാനം പിൻവലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവാത്തത്? ഇതാണ് കീ ക്വസ്റ്റ്യൻ. ഒരു സംശയവുമില്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് വാങ്ങിച്ച ഈ ബക്കാഡി കമ്പനികളുടെ പണം, അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമെന്ന ഭയമാണ്. മാത്രമല്ല, ഖജനാവിന് 600 കോടി രൂപ നഷ്ടമുണ്ടാക്കുന്ന ഈ തീരുമാനം എന്തിനു വേണ്ടിയാണ് ഒരു അന്താരാഷ്ട്ര മദ്യക്കുത്തകയ്ക്ക് വേണ്ടി എടുത്തത് എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു തന്നെ നിൽക്കും. പ്രതിപക്ഷവും ജനങ്ങളും ഒന്നാകെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു നികുതി ഇളവ് ഈ അന്താരാഷ്ട്ര മദ്യക്കുത്തകയ്ക്ക് നൽകിയത്? UDF-നകത്ത് നിന്നും ജനങ്ങളിൽ നിന്നും എതിർപ്പുയർന്നിട്ടും എന്തുകൊണ്ട് നികുതി ഇളവ് പിൻവലിക്കാൻ തയ്യാറാവുന്നില്ല? ഫിനാൻസ് ബില്ലിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യത്തിന് 600 കോടി രൂപ നൽകി നികുതി കുറക്കുമെന്ന നിർദ്ദേശം ഒഴിവാക്കുമോ? ഇത് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ മുഖ്യമന്ത്രി സതീശനെ തടയുന്നത് ബക്കാഡിയുമായുള്ള അവിശുദ്ധ ബന്ധമാണ്, രഹസ്യ ഡീലാണ്, LDF സർക്കാരിനെ തകർക്കുക എന്ന അജണ്ടയിൽ പണം വാങ്ങിച്ചതിൻ്റെ ഫലമായിട്ടാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് വ്യക്തമായ മദ്യനയം രൂപീകരിച്ചിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന്, പഴവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ പാനീയം ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളും മുഖ്യമന്ത്രിയുടെ ചില അനുചര പ്രചാരക സംഘങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്വകാര്യ കമ്പനിക്കും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനോ ഇവിടെ വിൽപ്പന നടത്തുവാനോ LDF സർക്കാർ അനുമതി നൽകിയിട്ടില്ല. ബക്കാഡി എന്ന അന്താരാഷ്ട്ര ലിക്കർ കുത്തകയ്ക്ക് 600 കോടി രൂപ നികുതി ഇളവ് നൽകുന്ന തീരുമാനം അഴിമതിയല്ലാതെ മറ്റൊന്നുമല്ല. അതിലപ്പുറത്തത് ഇടതുപക്ഷത്തെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഒരാഗോള കുത്തകയുമായി സതീശനുണ്ടാക്കിയ രഹസ്യ ഡീല് കൂടിയാണ്. സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വീര്യം കുറഞ്ഞ സ്പിരിറ്റ് ഉപയോഗിച്ചുള്ള മദ്യത്തിന് നികുതി തീരുമാനിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ബക്കാഡിയുടെ അപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഇടതുപക്ഷ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം സ്പിരിറ്റിൽ നിന്നുണ്ടാക്കാനുള്ള ഒരപേക്ഷയും ഒരു തീരുമാനവും എടുത്തില്ല. അതുകൊണ്ട് തന്നെ ബക്കാഡിയുടെ അപേക്ഷ GST കമ്മീഷണർക്ക് തള്ളാൻ കഴിഞ്ഞു, തിരസ്കരിക്കാൻ കഴിഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്കും ജനങ്ങളുടെ സംശയങ്ങൾക്കും മന്ത്രിസഭയുടെ നേതാവെന്ന നിലക്ക്, മുഖ്യമന്ത്രി എന്ന നിലക്ക് സതീശൻ ഉത്തരം നൽകണം. ബക്കാഡിയുമായുള്ള രഹസ്യ ഇടപാടുകൾ അദ്ദേഹത്തെ ഉത്തരം നൽകാൻ എന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര സമയമായിട്ടുണ്ടാകും? 10 മിനിറ്റ് ആയിക്കോ? 10 മിനിറ്റ് 9 മിനിറ്റ്.